എനിക്കൊരു യൂണിറ്റ് ഉണ്ട്. ഞാൻ കോഴിക്കോട് ഒരു യൂണിറ്റ് നടത്തുന്നുണ്ട്. അതിൽ എല്ലാതരം പൗഡറുകളും ഉണ്ടാക്കുന്ന, അതായത് ഹെൽത്ത് മിക്സ് പൗഡർ ഉണ്ടാക്കുന്നുണ്ട്, ബനാന പൗഡർ ഉണ്ടാക്കുന്നുണ്ട്, ഇപ്പം ചിക്കൻ മസാല, അങ്ങനെ ബിരിയാണി മസാല, അങ്ങനെ ഓരോ എല്ലാ മസാലകളും ട്രൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സൂപ്പർ മാർക്കറ്റിലും കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം ഒരു 10 സൂപ്പർ മാർക്കറ്റിൽ ഇപ്പൊ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. പിന്നെ എല്ലാം ഞാൻ തന്നെ സ്വന്തം, ആരും വെച്ചിട്ടില്ല ജോലിക്ക്. പിന്നെ അത്യാവശ്യം കുറച്ച് പ്രയാസമുള്ള ജോലിക്ക് മാത്രം ആരെങ്കിലും ഹെൽപ്പിന് വിളിച്ചു. ബാക്കി എല്ലാ പൗഡറുകളും ഞാൻ ഒറ്റയ്ക്ക് തന്നെ ചെയ്യുന്നത്. പിന്നെ സൂപ്പർ മാർക്കറ്റിലെ എല്ലാ ആഴ്ചയും പോയി നോക്കും, അത് അവിടെ പോകുന്നുണ്ടോ സാധനം, എങ്ങനെയാണ് ക്വാളിറ്റി. പിന്നെ ക്വാളിറ്റിയിൽ ഞാനൊരു വീഴ്ചയും ചെയ്യില്ല. ചിലർ പറയും പൈസ കൂടുതലാണ് എൻ്റെ പ്രൊഡക്റ്റിന്, പക്ഷെ പ്രൊഡക്റ്റ് ക്വാളിറ്റി വരുമ്പോൾ പൈസ കൂടും. പിന്നെ ഇപ്പൊ ഇവിടുന്ന് എനിക്ക് കിച്ചണിൽ പോയപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയായി. കാരണം അവിടുത്തെ സഹകരണവും ഭക്ഷണം ഉണ്ടാക്കുന്നതും എല്ലാം നന്നായിട്ട് എനിക്ക് ഭയങ്കര ഉപകാരപ്പെട്ടതായി തോന്നുന്നത്. പിന്നെ അവിടെ ഉപയോഗിക്കുന്ന ഒരു ഡ്രൈ ഓണിയൻ ഉണ്ട്, അതിനെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ടെങ്കിൽ കൂടിയിട്ട് ഇവിടുന്ന് എനിക്കതൊരു ഉപകാരമായി കണ്ടതുകൊണ്ട് എനിക്കത് ചെയ്യാൻ പറ്റും. എൻ്റെ അടുത്ത് അതിനുള്ള മെഷീനറീസ് ഉണ്ട്. അപ്പോൾ ഇവിടെ കണ്ടതുകൊണ്ട് അതൊന്നും ഇനി ട്രൈ ചെയ്യണമെന്നാണ് എനിക്ക്. ആ ഒരൊറ്റ പോയിന്റെങ്കിലും കിട്ടിയാൽ മതി വിചാരിച്ചിട്ടാണ് ഞാൻ അവിടെ വന്നത്. ഈ ട്രെയിനിങ്ങിന് വരുമ്പോൾ ഞാൻ വിചാരിച്ചു വെറുതെ ഒന്ന് ഇവിടുത്തെ സ്ഥാപനങ്ങളും ഒന്ന് പരിചയപ്പെടുക, അത്രയൊക്കെ ഉള്ളൂ എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷെ ഞാനിതിനു മുമ്പ് പല ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് കോഴിക്കോട് വ്യവസായ വകുപ്പിൽ പോയിട്ട് ഒരു ട്രെയിനിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 4 പ്രാവശ്യം അവിടെ കയറിറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ സ്ഥാപനം തുടങ്ങുമ്പോൾ പിന്നെ ഞാനൊരു ഡ്രയർ മെഷീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതെങ്ങനെ പ്രവർത്തിക്കാന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് എവിടെയാണ് ട്രെയിനിങ് ഉള്ളതെന്ന് വ്യവസായ വകുപ്പ് പോയിട്ട് കുറേ പ്രാവശ്യം പോയിട്ടുണ്ട്. അവർക്ക് തന്നെ അറിയാം, എപ്പോഴും അവർക്കറിയാം ഞാൻ പോയ കാര്യമൊക്കെ. പക്ഷെ ആരും എവിടെ സ്ഥലം ഒന്നും പറഞ്ഞു തന്നിട്ടില്ല ട്രെയിനിങ്ങിനെ പറ്റിയിട്ട്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ എനിക്കിപ്പോൾ ഇവിടുന്ന് ഒരുപാട് കാര്യങ്ങൾ ഒന്ന് ഫ്രീ ആയിട്ട് ഇവിടുന്ന് അറിയാൻ പറ്റി. അപ്പൊ അതെനിക്ക് എൻ്റെ ബിസിനസ്സിൽ ഒരുപാട് ഉപകാരമായിട്ടുണ്ട്. ഇവിടെ വന്ന ഈ ക്ലാസ് ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് വരുമ്പോൾ ഞാൻ അത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ എല്ലാം തുറന്ന് പറഞ്ഞു തന്നാൽ എനിക്ക് ഒരുപാട് താങ്ക്സ് പറയാനുണ്ട് സാറിനോട്. താങ്ക് യു.